Hey guys, welcome back to V360X. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യമഹയുടെ അറേസ് ഡാർ റാലി എഡിഷൻ ആണ്. ഇതൊരു ഹൈബ്രിഡ് സ്കൂട്ടറാണ്. എന്താണ് ഹൈബ്രിഡ് എന്ന് ഒരു ഡൗട്ട് കുറച്ചുകൂടി കാണും. അത് നമുക്ക് വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പോൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ യമഹയുടെ അറേസ് ഡാർ 2026 ലേറ്റസ്റ്റ് മോഡലാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഔട്ടർ ലുക്ക്, മുൻപിൽ നിന്നുള്ള കാര്യങ്ങൾ ബാക്കി നോക്കി എൻജിൻ്റെ പെർഫോമൻസ്, മറ്റ് കാര്യങ്ങളിലേക്ക് അങ്ങനെ നടന്നു വരാം. ഓക്കെ, 2026 റേസ് ഡാർ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് ലിഫ്റ്റോടുകൂടെയാണ് ലോഞ്ച് ആവുന്നത്. വണ്ടി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബൾക്കി ഫീലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ റാലി എഡിഷന് കുറച്ച് ഈ നമ്മുടെ ക്രാഷ് ഗാർഡും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ വെച്ചിട്ടില്ല, ഇതിൻ്റെ ഓണറിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വയ്ക്കാത്തത്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ബൾക്കി ഫീല് ഈ വാഹനത്തിന് ലഭിക്കും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ഡിസൈൻ കാര്യങ്ങളിലൊന്ന് തുടങ്ങാം. ഡിസൈനും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് ഒരു കുഞ്ഞൻ വൈസറാണ്. ഇതൊരല്പം വലുതായിട്ട് ഇരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, ഒരു കുഞ്ഞൻ വൈസറാണ്. അതിനകത്ത് ബ്ലൂ കോർ ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ് ഉണ്ട്, യമഹയുടെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു DRL കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാർ ലൈറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഒരു റണ്ണിങ് ലാമ്പായിട്ട് അത് കത്തി നിൽക്കുന്നതാണ്. തൊട്ട് താഴേക്ക് നമ്പർ പ്ലേറ്റ്, വലിയ നമ്പർ പ്ലേറ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് നമ്മുടെ യമഹ അറേസ് ഡാർ റാലി എഡിഷൻ വരുന്നത്. ഒരു 3 കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രിപ്പ് ടൈപ്പിലാണ് ഇവിടുത്തെ ഈ പാനൽസൊക്കെ കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിലോട്ട് അല്പം തള്ളി നിൽക്കുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മഡ് ഗാർഡാണ്. അതൊരു ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. വലിയ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പല്ല, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഫൈബർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് വശങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചധികം പാനൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പാനലുണ്ട്, ഇവിടെ ഒരു പാനലുണ്ട്, ഇവിടെ ഒരു പാനലുണ്ട്, വീണ്ടും ഇവിടെ ഒരു പാനൽ. ഇതിനകത്തൊരു സ്റ്റീലിൻ്റെ, അതായത് ഒരു മെറ്റൽ ബോഡി ഒരു പാനലും കൊടുത്തിട്ടുണ്ട്. അതൊരു 3 സ്ക്രൂ ഒക്കെ ഇട്ട് ഇച്ചിരി ഒരു ബൾക്കി ഫീൽ, ഒരു അഗ്രസീവ് ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഒരു ബൾക്കി ഫീല് നമുക്ക് തോന്നും. ഒരു സ്ലീക്ക് ഡിസൈൻ ഒന്നുമല്ല, കുറച്ചൊരു അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് യമഹ അറേസ് ഡാറിൻ്റേത്. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ ഭാഗമുണ്ട്. ടയർ ഭാഗം വരുമ്പോൾ 90-12 തന്നെയാണ് ടയർ വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ടയർ സൈസാണ്. അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വ്യത്യസ്തമായ കളറിൽ വണ്ടിക്ക് അങ്ങും ഇങ്ങൊക്കെ മാച്ച് ആവുന്ന രീതിക്ക് ഈ ഒരു കളർ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ആ ഒരു എലമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാച്ച് ആവുന്നുണ്ട്. ഡിസ്ക് ബ്രേക്സും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എല്ലാ വാഹനങ്ങൾക്കും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുക്കണമെന്ന്. പക്ഷേ ഈ വാഹനത്തിന് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല, ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് എങ്കിലും ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് അത്ര സുഖമല്ല. ഞാൻ പോകുന്ന വഴിക്ക് അത് പറഞ്ഞു തരാം. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്പോട്ടി ലുക്ക് കിട്ടാനായിട്ട് നക്കൽ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു മോഡലായിരുന്നു. അത് മറഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ അതിൽ ബൾബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, LED അല്ല. പകരം നമ്മുടെ റണ്ണിങ് ലാമ്പും ഹെഡ്ലൈറ്റും LED കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വിശാലമായ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ 125 എഞ്ചിനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് 125 എന്ന് എടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോഴും റേസ് ഡാർ സ്ട്രീറ്റ് റാലി എഡിഷൻ്റെ ആ ഒരു സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ വൃത്തികേടൊന്നുമില്ല, മുമ്പ് വരുന്നത് പോലെയൊന്നുമല്ല. കുറച്ചുകൂടെ ഭംഗിക്ക് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ലേഡീസ് ഫുട്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ കൂടെ വരുന്നതല്ല, ആക്സസറിയാണ്. അതിൻ്റെ അടുത്തെങ്ങാണ്ട 1000 രൂപീസിനടുത്തെങ്ങാണ്ട വില വരുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല, കാശ് കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട്. വണ്ടിയുടെ കൂടെ തരാനുള്ളതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സസ്പെൻഷൻ ഭാഗം വരുമ്പോൾ മോണോ ഷോക്കാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് വലിയ കുഴപ്പം കാണത്തില്ല, ഇടിയൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല. തൊട്ട് താഴേക്ക് യമഹ എന്നൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡും വരുന്നുണ്ട്. അതിൻ്റെ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. മടക്കി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു റബ്ബർ ടൈപ്പാണ്.
സാധാരണ ഫുഡ് സ്റ്റെപ്പുകൾ നമുക്ക് എപ്പോഴും ഈ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി കയറുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാലിൽ തട്ടുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ സമയങ്ങളിൽ ഇതുപോലത്തെ ഫുഡ് റെസ്റ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് റബ്ബറാണ്. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കണ്ട് ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞൊക്കെ പോവും. അപ്പോൾ ഇടി കിട്ടുമ്പോൾ ഇമ്പാക്റ്റ് കുറവായിരിക്കും. ഒരു മെറ്റൽ പീസിൽ നമ്മുടെ കാലൊക്കെ തട്ടുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. പക്ഷേ റബ്ബറിലാകുമ്പോൾ അത്ര പെയിൻ ഉണ്ടാകത്തില്ല. സോ ഇമ്പാക്റ്റ് കുറവായിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാര്യമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അവർ ചിന്തിച്ച് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുമ്പോഴും നമുക്ക് കാല് വേണമെങ്കിൽ ഒന്ന് വെക്കാം. അതായത് നമ്മുടെ ഡ്രൈവറിന് ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ കാല് വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ വൈഡായിട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ കാലൊന്ന് ബെൻഡ് ചെയ്ത് വെക്കാൻ സൗകര്യമായിരിക്കുമായിരുന്നു. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫ്ലോർ മാറ്റിൻ്റെ ഭാഗമാണ്. ഫ്ലോർ മാറ്റും ആക്സസറിയാണ്, കാശ് കൊടുത്ത് വാങ്ങണം, അതും തരത്തില്ല. പിന്നെ ഇത് ഈ ഭാഗത്തായിട്ട് നല്ലൊരു ബെൻഡും ഒരു ഡെൻറ്റും കർവും ഒക്കെ കൊടുത്തിട്ട് ഒരു വിശാലമായിട്ടൊരു ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് നമ്മുടെ കാല് വണ്ടി ഓടിക്കുന്ന സമയത്ത് കാലകത്തോട്ട് കയറ്റി വയ്ക്കാം. അത് നല്ല വിശാലമായിട്ട് അവിടെ ഇരുന്നോളും. ഇതൊരു ഗാർഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കൊള്ളാം. പക്ഷേ ഭയങ്കര ബലമുള്ളതായിട്ട് തോന്നുന്നില്ല. ഫൈബർ തന്നെയാണ്, മെറ്റൽ പീസൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, കാണാനും ഭംഗിയുണ്ട്, ഒരു ചേർച്ച തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ടും നമ്മുടെ ഈ ബോഡി കളറ് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അതും കൊള്ളാം. ഈ ഭാഗം വെറുതെ ചെയ്ത് കുളമാക്കിയിട്ടില്ല, ബോഡി കളർ കയറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും ഗ്യാസ് കുറ്റി കയറുമോ എന്ന്. അറിയത്തില്ല, ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളൊരു സ്പേസ് ഇല്ല. എന്നിരുന്നാലും നമുക്ക് യാത്ര ചെയ്യാനും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറിക്കോളും. ഗ്യാസ് സിലിണ്ടർ കയറുമെന്ന് തോന്നുന്നില്ല. ഈ വാഹനത്തിൻ്റെ വലത് ഭാഗത്തേക്ക് വരുമ്പോൾ സൈലൻസറിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈലൻസറിൻ്റെ ഇവിടെ ഒരു ഹീറ്റ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റലല്ല, ഫൈബറാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ചില വാഹനങ്ങളിൽ കാണുന്നത് പോലെ നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾ ജസ്റ്റ് ഒന്നും അറിയാതെ കാല് ഈ ഫുഡ് സ്റ്റെപ്പിൽ വയ്ക്കാതെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ സൈലൻസറുമായിട്ട് ടച്ച് ചെയ്ത് അത് ഉരുകിപ്പോകുന്ന കാര്യം പല വാഹനങ്ങളിലും ഉണ്ട്, പല സ്കൂട്ടറുകളിലാണ് അത് മെയിനായിട്ടുള്ളത്. സോ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല കട്ടിയുള്ളൊരു പീസാണ്. നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാലും ഈ ഫൈബർ ഭാഗം വന്ന് നമ്മുടെ സൈലൻസറിലോട്ട് തട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഹീറ്റായിട്ട് ഈ പീസ് ഉരുകിപ്പോകും എന്ന് പേടിക്കേണ്ട. ഇത് എത്ര ചവിട്ടിയാലും അങ്ങ് താഴത്തില്ല. ഈ ഹീറ്റ് ഗാർഡിലും ഒരു യമഹ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഞ്ചിൻ്റെ ഫാനും കാര്യങ്ങളും ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഓയിലിൻ്റെ ലിഡ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. റയറിലെ ടയർ വരുമ്പോൾ ഫ്രണ്ടിലത്തത് 90-90-12 ആയിരുന്നുവെങ്കിൽ ബാക്കിലത്തേക്ക് വരുമ്പോൾ 110-90-10 എന്നൊരു സൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ബൾക്കി ആയിട്ടുള്ളൊരു ടയറായി ബാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അത് കുറച്ച് നല്ല കാര്യമാണ്. പെട്ടെന്ന് സ്കിഡ് ആവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അലോയ് വീൽസിനും ആ ഒരു കളർ കോംബോ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഭയങ്കര ഡിസൈനുള്ള അലോയ് വീലൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, കാഴ്ചയ്ക്ക് വൃത്തികേടില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ടെയിൽ ലാംപ്സ് നല്ല അഗ്രസീവായിട്ടുള്ളൊരു ഫേസ് ഉള്ള വണ്ടിക്ക് വളരെ മോശം ടെയിൽ ലാമ്പാണെന്ന് ഞാൻ പറയും. കാരണം ഇതൊരു ബൾബാണ്, LED ഒന്നുമല്ല വരുന്നത്. ഇത്രയും വലിയൊരു വാഹനത്തിന് ഒരു കുഞ്ഞൻ ടെയിൽ ലാമ്പ് ആയിപ്പോയി, അതൊരു പോരായ്മയാണ്. കാഴ്ചയ്ക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അത്ര ലുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിനും ബൾബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, LEDs അല്ല. പിന്നെ ഈ ഭാഗം നമ്മുടെ ഈ ഒരു ഫ്രണ്ടിന് ഒരു ചേർച്ച വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെൻറ്റും കർവും കട്ടിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഒരു അഗ്രസീവ് ഫീൽ കിട്ടാനായിട്ട്. അത് ഇവിടെയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ടെയിൽ ലാമ്പിൻ്റെ കാര്യം വരുമ്പോൾ ഒരു കുഞ്ഞൻ ടെയിൽ ലാമ്പ് ആയിപ്പോയി. കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് ചെയ്യാമായിരുന്നു. നമ്മുടെ റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിലേക്കുള്ള ലൈറ്റ് ഇവിടെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കട്ടിക്കാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോകത്തില്ല. ഇത് ഇപ്പോൾ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ പെട്ടെന്നൊരു തട്ടോ മുട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, അങ്ങനെയൊന്നുമില്ല. കുറച്ചുകൂടെയൊക്കെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഡ് ഗാർഡൊന്നും വലിയ കുഴപ്പമില്ല, പൊട്ടിപ്പോകില്ല. ഒരു ഡെൻറ്റായിട്ട് നിൽക്കുന്നത്, നമ്മൾ വളഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് ഈ ഭാഗത്തൊക്കെ റബ്ബർ മറ്റേ ക്ലിപ്പ് ടൈപ്പാണ് ഇതൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല, ഇളകി വീഴുക എന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായ ഒരു സീറ്റാണ് എന്ന് നമുക്ക് പറയാം. വലിയ കുഞ്ഞ സീറ്റൊന്നുമല്ല, ഇത്തിരി വിശാലമായിട്ടുള്ളൊരു സീറ്റാണ്. പക്ഷേ കുഷനിയും കാര്യങ്ങളും ഒരല്പം ഹാർഡാണെന്ന് തോന്നും. വലിയ കുഴപ്പമില്ല. പക്ഷേ റൈഡിങ്ങിന് ഇത് ഓക്കെയാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരല്പം ഹാർഡാണെന്ന് തോന്നുന്നതാണ്. സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്, അതും ആക്സസറിയാണ്, വണ്ടിയുടെ കൂടെ വരുന്നതല്ല. അത്യാവശ്യം നമുക്ക് 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. 3 പേര്, ഒരു കുഞ്ഞൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതിരിക്കാം. പക്ഷേ 2 പേർക്ക് നല്ല വിശാലമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സീറ്റാണ് റേസ് ഡാറിൻ്റേത്. പുറകിലിരിക്കുന്ന ആൾക്ക് നമ്മുടെ ഗ്രാബ് റെയിലിൻ്റെ ഒരു സപ്പോർട്ടൂടെ കിട്ടുന്നുണ്ട്. അത് തീരെ താഴ്ന്നല്ല, അല്പം പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടൊരു സപ്പോർട്ടൂടെ കിട്ടും, പെട്ടെന്ന് മറിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ബൾക്കി ഫീൽ, കുറേ ഡെൻറ്റുകളും കർവുകളും കൊടുത്തിട്ട് കുറച്ചൊരു മാസീവ് ലുക്കാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിൽ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്കൊരു അഗ്രസീവ് ലുക്ക് തോന്നിക്കും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ആ ഹുക്ക് വരുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മടക്കി വയ്ക്കാം. കീ ഹോള് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്.
കീലെസ് എൻട്രിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എംഐയുടെ ടിപ്പിക്കൽ കീ തന്നെയാണ് ഇതിന് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യം നോക്കാം. സീറ്റ്, ഇതിൻ്റെ ബൂട്ട് സ്പേസ്, അണ്ടർ സീറ്റ് സ്റ്റോറേജ് എത്രയുണ്ട്, അതിൻ്റെ സ്പേസ് കാര്യങ്ങൾ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ കീ ലെഫ്റ്റിലോട്ടൊന്ന് തിരിച്ചാൽ മതി, സീറ്റ് ഓപ്പൺ ആവും. നല്ല വെയിറ്റൊക്കെ ഉള്ള സീറ്റാണ് കേട്ടോ, പക്ഷെ അവിടെ ഒരു ലൂസ് നമുക്ക് ഫീൽ ചെയ്യും, കുഴപ്പമില്ല, നിന്നോളും. ഓക്കെ, ഈ ഭാഗത്തായിട്ട് ഒരു സ്പാനർ വരുന്നുണ്ട്, ഒരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. ഈ വണ്ടി കാർബറേറ്റർ വണ്ടിയല്ല, ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. E20യുടെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്യൂൽ ലിഡ് വരുന്നുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് തുറക്കാൻ പറ്റും. ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട്, ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് തുറക്കാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് ചേസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു 21 ലിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇരിക്കും, ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇരിക്കില്ല. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് മാത്രമേ ഇരിക്കത്തുള്ളൂ. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് ഇതിൽ തോന്നിയത്, മലയാളിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണമല്ലോ, അപ്പോൾ ഞാനൊരു കുറ്റം പറയാം. ഇതിനകത്ത് ഒരു ബൂട്ട് ലൈറ്റ് ഇല്ല. നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന സമയത്ത് വെട്ടം കാണാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പ്ലഗും കാര്യങ്ങളും ഉണ്ട്. നമുക്കിതിൻ്റെ RC ബുക്കൊക്കെ വയ്ക്കാനായിട്ട് 2-3 സ്ലോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയാണ് ബൂട്ടിനെ പറ്റി പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടെയൊക്കെ സ്പേസ് ആകാമായിരുന്നു. ടാങ്കിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്പേസ് ഇവിടെ വെറുതെ കിടപ്പുണ്ട്. കുറച്ചുകൂടെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റോറേജ് കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. അറിയത്തില്ല അവരെന്ത് നോക്കിയാണ് ഡിസൈൻ ചെയ്തതെന്ന്, എന്തെങ്കിലുമൊക്കെ കാരണം കാണും. പിന്നെ ഇതിലില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കതിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. USB പോർട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന് കളർ ഡിസ്പ്ലേ ഒന്നുമല്ല, നമ്മൾ നോർമലി വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റൻ്റ് ഇൻഡിക്കേഷൻസ്, ഇൻഡിക്കേറ്റർ, എക്കോ, എൻജിൻ്റെ വാണിങ്, ഹൈ ബീം, ഇവിടെ ആയിട്ട് നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആവറേജ് മൈലേജ്, അതായത് ആവറേജ് മൈലേജ് നമുക്ക് അറിയാൻ പറ്റും. ട്രിപ്പ് കൺട്രോൾ, നമ്മുടെ എക്കോ എത്ര ഓടുന്നുണ്ട്, നമ്മുടെ ഫ്യൂലിൻ്റെ KG ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. സ്പീഡോമീറ്റർ ഈ ഭാഗത്തായിട്ട്, ഓഡോമീറ്റർ ഈ ഭാഗത്തായിട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫ്യൂച്ചർ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നുള്ള ഒരു കോൾ ബാക്ക് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് യമഹ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, സ്ട്രീറ്റ് റാലി എന്നൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ യമഹ എന്നൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൈ ബീം, ലോ ബീമിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാസ്സായിട്ടും ഉപയോഗിക്കാം. താഴെ നമുക്ക് പാസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നായി കഴിഞ്ഞാൽ അത് പാസ്സായിട്ട് ഉപയോഗിക്കാം. അത് നല്ലൊരു കാര്യമാണ്. വേറൊരു സ്വിച്ച് കൊടുക്കാതെ അത് ഇതിൽ കൊടുത്തത് നല്ലൊരു കാര്യമാണ്. തൊട്ട് താഴെയായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഓൺ ആകുന്ന ഓഫ് ആകുന്നത്, അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ്, ഒരാളെ കണ്ടു സംസാരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി നമ്മൾ കൊണ്ട് നിർത്തി ബ്രേക്ക് വിടുന്ന സമയത്ത് വണ്ടി ഓഫ് ആവും. പക്ഷേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 കിലോമീറ്ററെങ്കിലും വണ്ടി ഓടണം എന്നാണ് കമ്പനി പറയുന്നത്. സോ അത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. നമ്മൾ ട്രാഫിക്കിലൊക്കെ വണ്ടി ഒന്ന് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവും. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വീണ്ടും ഓണായി വണ്ടി റണ്ണിങ് ആവും. തൊട്ട് താഴെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ DR ഇപ്പോൾ നല്ല വെട്ടത്തിൽ നിൽക്കുകയാണ്. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് ഡിം ആവുകയും നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. നമുക്കതിനെ ഹെഡ്ലൈറ്റ് ഹൈ ബീം, ലോ ബീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ DRL വീണ്ടും നല്ല പ്രകാശത്തിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് താഴോട്ട് നമ്മുടെ സെൽഫിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യമഹ റേസ് ഡാറിൻ്റെ വിശേഷം. പിന്നെ നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ഈ ഹൈ എൻഡ് കാറുകളിലൊക്കെയാണ് ഈ ഹൈബ്രിഡ് നോർമലി വരുന്ന പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന ഹൈബ്രിഡ് ഉള്ളത്. ഇത് കമ്പനി പറയുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ഹൈബ്രിഡ് ഒന്നുമല്ല ഇതിനകത്തുള്ളത്. നമ്മുടെ പെട്രോൾ എഞ്ചിനുണ്ട്, ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിൻ ഇതിനകത്തുണ്ട്. ഒരു ബാറ്ററി പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറും ഇതിനകത്തുണ്ട്. SMG എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. സ്മാർട്ട് മോട്ടോർ ജനറേറ്ററാണ്. അതായത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. വലിയ ശബ്ദങ്ങളോ കാര്യങ്ങളോ, ഹൈബ്രിഡ് ആയതുകൊണ്ട് ശബ്ദങ്ങളോ കാര്യങ്ങളോ ഇല്ല. അതായത് നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൗണ്ട്, ഒരു ടക്ക് ടക്ക് അടി, അങ്ങനെ ഒന്നുമില്ല. ഇത് ഞാൻ ശരിക്കും ഒന്ന് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വണ്ടി സ്റ്റാർട്ടായി, വളരെ സൈലൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് മാത്രമാണ് നമ്മുടെ എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് വരുന്നത്. അതും ഭയങ്കര സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിൽ നിൽക്കുകയാണ്, ഭയങ്കര സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ മൈൽഡായിട്ടൊരു സൗണ്ട് മാത്രമാണ്. അത് കഴിയുമ്പോൾ ഇച്ചിരി സൗണ്ടുണ്ട്, നമ്മളെ നോർമലി ഉള്ള എഞ്ചിൻ്റെ സൗണ്ട്. പക്ഷേ നമ്മൾ ആ നോർമലി ഉള്ള ഈ നമ്മുടെ ഹൈബ്രിഡ് അല്ലാത്ത വണ്ടികളുള്ള സൗണ്ടല്ല. ഹൈബ്രിഡ് ആയതുകൊണ്ട് വളരെ സൗണ്ട് കുറവാണ് ഈ വാഹനത്തിന്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കുറവാണ്, വൈബ്രേഷൻ കുറവാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓണാണെന്ന് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സ്മൂത്താണ് വണ്ടി ഓടിക്കാനായിട്ട്.
അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മോട്ടർ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് ബാറ്ററി പവർ വെച്ചിട്ട് നമ്മുടെ എൻജിനെ ഒന്ന് പുഷ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നു. അപ്പോൾ നമുക്ക് ഫ്യൂവൽ വളരെ കുറച്ച് മതി. കാരണം ബാറ്ററി പവറിൽ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഫ്യൂവൽ കുറച്ച് മതി. അതുകൊണ്ട് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടും. ആ സമയത്തും ഈ തേരിയിൽ നമ്മളൊരാൾ ബാക്കിൽ ഇരുന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ഇച്ചിരി പവർ കൊടുത്തെടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഈ മോട്ടർ ഈ നമ്മുടെ എൻജിനെ ഒന്ന് പുഷ് ചെയ്ത് വിടും, കുറച്ച് പവർ കൊടുത്തു വിടും. സോ നമുക്ക് ഇതിനകത്ത് ഫ്യൂവൽ അപ്പോൾ കുറച്ച് മതി ബാറ്ററി പവറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അത് എപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഒരു 30 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ബാറ്ററിയുടെ പവർ, അതായത് മോട്ടറിൻ്റെ ആ ഒരു കണക്ഷൻ വിടും. പിന്നെ നമ്മളെ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഫുള്ള് വർക്ക് ആവുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരു പവർ അല്പം കൂടുതൽ വേണ്ട സാഹചര്യങ്ങൾ, അതായത് പെട്രോൾ കുറച്ച് കൂടുതൽ ഇറങ്ങുന്ന ആ സാഹചര്യങ്ങളിൽ ഈ മോട്ടർ നമ്മുടെ എഞ്ചിനൊന്ന് പുഷ് ചെയ്ത് വിടും. ആ ഒരു അസിസ്റ്റ് ഈ വാഹനത്തിനുണ്ട്. അതാണ് ഹൈബ്രിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 99 കിലോ, 100 കിലോയ്ക്ക് അടുത്ത് മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ഭാരം വരുന്നത്. അതെന്തുകൊണ്ടാണ്, അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടാണ്. നമുക്ക് സിറ്റി യൂസിന് ജസ്റ്റ് ഒന്ന് വളച്ചെടുത്തുകൊണ്ട് പോകണമെങ്കിലോ ഒന്ന് നിർത്തി കറക്കണമെങ്കിലൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പറ്റും. നിസ്സാരം നമുക്ക് ഈ സെൻറ്റർ സ്റ്റാൻഡിലോട്ട് ഇടാൻ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചവിട്ടിയിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സെൻറ്റർ സ്റ്റാൻഡിലോട്ട് വീഴും. അത്രയ്ക്ക് വെയിറ്റ് കുറവും, ലൈറ്റ് വെയിറ്റ് ആണത്. സോ അതുകൊണ്ട് കുറച്ചുകൂടെ മൈലേജ് കൂടുതൽ കിട്ടും. വെയിറ്റ് കുറവായതുകൊണ്ട് ഈ ഹൈബ്രിഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ മൈലേജ് നമുക്ക് പുഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാഹനത്തിന് 70 കിലോമീറ്ററിന് മേളിൽ മൈലേജ് കിട്ടും എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. 70 കിലോമീറ്റർ മൈലേജ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് കിട്ടിയ ഒരു വാഹനവും ഇന്നേ വരെ ലോകത്തിലില്ല. സോ 70-അടുത്ത് മൈലേജ് കിട്ടും. നമ്മൾ ഓരോരുത്തർ ഡ്രൈവ് ചെയ്യുന്ന രീതി പോലെയാണ് മൈലേജിൻ്റെ കാര്യം. നമ്മൾ അത്യാവശ്യം അഗ്രസീവായിട്ട് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുന്നവർക്കാണെങ്കിൽ ഈ മൈലേജ് ഒന്നും കിട്ടത്തില്ല. ഈ മൈലേജും കിട്ടത്തില്ല, ഇതിനടുത്തുള്ളൊരു മൈലേജ് പോലും കിട്ടത്തില്ല. അതേസമയം ഒന്ന് സ്മൂത്തായിട്ടൊക്കെ ആക്സിലേറ്റർ കൊടുത്ത് നോർമലിയൊക്കെ റൈഡ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു 60-65 മേളിലോട്ട് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം, കിട്ടും. വലിയ കുഴപ്പമില്ലാതെ കിട്ടും. കാരണം ഹൈബ്രിഡ് എഞ്ചിനാണ്, മോട്ടോർ സപ്പോർട്ടുണ്ട്, ഇതിൻ്റെ അസിസ്റ്റുകൾ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ടൊക്കെ നമുക്ക് മൈലേജ് കുറച്ച് കിട്ടും, ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് ഈ വാഹനത്തിൻ്റെ വില വരുന്നത് 1,09,000 രൂപയാണ്. അത് ഓരോ ഷോറൂം അനുസരിച്ചിരിക്കും, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഈ വാഹനം എടുത്തെടുത്ത് 1,09,000 രൂപയ്ക്കാണ് ഈ വണ്ടി ഓൺ റോഡ് പ്രൈസ് ആയത്. വിത്ത് ആക്സസറീസാണ്, അതായത് ഈ നമ്മുടെ ഈ ഫ്ലോർ മാറ്റ്, ഫുഡ് റെസ്റ്റ്, ഈ സീറ്റ് കവർ, പിന്നെ വണ്ടി മൂടാനുള്ള ഒരു കവർ, ഇതെല്ലാം കൂടെയൊക്കെയാണ് ആക്സസറിയിൽ വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഈ ഒരു അഗ്രസീവ് ലുക്കോ വലിപ്പമോ കണ്ട് ആരും അയ്യോ ഇത് ഇച്ചിരി വലിയ വണ്ടിയല്ലേ നമുക്കിത് ഓടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് യമഹ റേസ് ZR. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 6 ഫീറ്റ് ഉണ്ട്. പക്ഷേ ഇതേ കണ്ടില്ലേ, കാല് വെച്ചിട്ട് അങ്ങനെ തട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അല്പം സ്പേസ് കിട്ടുന്നുണ്ട്. ഈ വാഹനം ഞാൻ ഒരു ദിവസം ഫുള്ള് ഉപയോഗിച്ചതാണ്. എനിക്ക് മുട്ട് തട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഇൻഷ്യൽ പവറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഹൈവേസിൽ, അതായത് നമ്മുടെ NH-ലൊക്കെ ഓടുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഒരു 40-45 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകണമെന്ന് വയ്ക്കുക. അടുത്തോടെ ഒരു ലോറി പാസ് ചെയ്യുന്ന സമയത്ത് കാറ്റ് പിടിക്കുന്നുണ്ട്. കാരണം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് കാറ്റ് പിടിക്കുന്നൊരു ഇഷ്യൂസ് ഉണ്ട്. അതേസമയം നമ്മുടെ ബൈ റോഡുകളിലോ മറ്റ് റോഡുകളിലോ ഒന്നും ആ ഒരു ബുദ്ധിമുട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്കിത് കൊണ്ട് നടക്കാം. നിർത്തി വളയ്ക്കണമെങ്കിലോ കോർണർ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് പ്രത്യേകിച്ച് വൈബ്രേഷനോ ഇത് ഓടിച്ചിട്ടൊരു അലച്ചിലോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് യമഹയുടേത്. ഭയങ്കര സ്മൂത്താണ്. ഒരു ബുദ്ധിമുട്ടും നമ്മൾ നോർമലി കാണുന്ന പെട്രോൾ എഞ്ചിനുള്ള വണ്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു അലച്ചിൽ നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിന് വരുന്ന അടുത്തൊരു പോരായ്മ, റെയറിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല. എനിക്ക് തോന്നുന്നു 2027-28 എല്ലാ വാഹനങ്ങളിലും ABS നിർബന്ധമാക്കുമെന്നാണ് തോന്നുന്നത്. നല്ലൊരു കാര്യമാണ്. എല്ലാ വാഹനങ്ങളിലും ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് ABS വരുന്നത് നല്ലൊരു കാര്യമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിലാണ്. ഈ വാഹനത്തിന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും ബാക്ക് ഡ്രം ബ്രേക്കിൻ്റെ അത്ര എഫിഷ്യൻസി ഫ്രണ്ട് ബ്രേക്കിന് കിട്ടുന്നില്ല. ബ്രേക്കിംഗ് കുറച്ച് ഇച്ചിരി നമുക്കിത് പിടിച്ചു കഴിഞ്ഞാൽ നീയോ നിൽക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ഫീലാണ്. കാരണം ലിവർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങ് വരും, പക്ഷെ നിൽക്കുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു ബൈറ്റ് ഈ വാഹനത്തിനില്ല. നമ്മൾ നോർമലി കിട്ടുന്നൊരു ബൈറ്റ് പോലെ ഒരു ബൈറ്റ് ഈ വാഹനത്തിലെ ഡിസ്ക് ബ്രേക്കിന് കിട്ടത്തില്ല. ഡ്രം ബ്രേക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസ്ക് ബ്രേക്കിൽ കിട്ടുന്ന ആ ഒരു ബൈറ്റ്. ടപ്പനെ പിടിച്ച് നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ അങ്ങ് പോവുകയാണ്. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നില്ലല്ലോ എന്നൊരു ഫീൽ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് യമഹ റേസ് ZRൻ്റെ വിശേഷം.
വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് വന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും പല പല വാഹനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, ഫേസ്ബുക്ക് ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.